നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. പി.കെ. ശശി ഒറ്റപ്പാലത്തേക്കോ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി അയക്കുമെന്ന് സൂചനകൾ. ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത് ലീഗ് നേതാക്കൾ. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി.കെ. ശശി ഒറ്റപ്പാലത്ത് മത്സരിക്കുവാൻ സാധ്യത. പി.കെ. ശശിയെ UDFൽ എത്തിക്കാൻ മധ്യസ്ഥത വഹിക്കുന്നത് മുതിർന്ന ലീഗ് നേതാക്കളാണെന്നും 2 ദിവസം മുൻപ് നേതാക്കൾ ശശിയുമായി ചർച്ച നടത്തിയെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുന്നത്. CPIM സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ശശിക്ക് അനുകൂല നിലപാടുണ്ടായിട്ടില്ലെന്നും ഇതേ തുടർന്നാണ് KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് എന്നുമാണ് സൂചനകൾ. മാർച്ച് 5-ന് പാലക്കാട് ജില്ലയിലെ CPM വിമതർ നടത്തുന്ന കൺവെൻഷനിലും പി.കെ. ശശി പങ്കെടുത്തേക്കും എന്നുള്ള വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. ശശിയുമായി അടുപ്പമുള്ളവരാണ് ഇതു സംബന്ധിച്ച സൂചനകൾ നൽകുന്നത്. വിമത നേതാക്കൾ പുതിയ പാർട്ടി രൂപീകരിക്കുവാനായി നീക്കമുണ്ടെന്നുമാണ് പുതിയ വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ RP മാതൃകയിൽ പി.കെ. ശശിയുടെ പാർട്ടി UDFന്റെ ഭാഗമാകുവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇന്ന് നടക്കുന്ന CPIM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ശശിയുടെ വിഷയം ചർച്ചയായേക്കും. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ എല്ലാം നിഷേധിക്കുകയാണ് പി.കെ. ശശി. UDFിലേക്ക് ഇല്ലെന്നും ആരുമായും ചർച്ച നടത്തിയിട്ടില്ല എന്നുമാണ് അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചത്. താൻ ഇടത് ആശയം മുറുകെ പിടിക്കുന്ന ഒരാളാണെന്നും പി.കെ. ശശി വ്യക്തമാക്കിയിട്ടുണ്ട്. KTDCയിൽ നിന്നും രാജിവെച്ച സംഭവത്തിന് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിമത കൂട്ടായ്മയെക്കുറിച്ച് അറിയില്ല, നാളെ എന്താകുമെന്ന് ആർക്കും പറയാനാകില്ല എന്നും പി.കെ. ശശി വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യക്തിപരമായ പ്രയാസങ്ങളുണ്ട്, രാജി സ്വമനസാലയാണെന്നും ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല എന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.